ആമസോണിൽ 200 രൂപയ്ക്കുള്ളിൽ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന 5 മൊബൈൽ ഹോൾഡേഴ്സിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ലൈവ് വരുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള വീഡിയോസിലൊക്കെ തന്നെ കമന്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഇയർഫോൺ കാറ്റഗറി ഒന്ന് മാറ്റി പിടിച്ചിട്ട് മറ്റുള്ള ഗാഡ്ജറ്റ്സും കൂടി ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ തന്നെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതെന്നുള്ളതല്ല, ഇനി അങ്ങോട്ട് കുറച്ച് ഇതുപോലുള്ള വീഡിയോസും കാണും, പ്ലസ് നമ്മുടെ ഇയർഫോണും അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു 5 മൊബൈൽ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ആക്ച്വലി ഈ 4 എണ്ണവും, അതായത് ഈ 4 എണ്ണവും ഒരു 4 ദിവസം മുന്നേ വന്നതാണ്. എന്നാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സംഭവം ഇന്ന് ജസ്റ്റ് ഒന്ന് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പേര് ആക്ച്വലി ആമസോണിൽ എഴുതിയിരിക്കുന്നത് ബ്ലാക്ക് സ്റ്റോക്ക് അഡ്ജസ്റ്റബിൾ സെൽഫോൺ സ്റ്റാൻഡ് എന്നൊക്കെയാണ്. പക്ഷേ ഇതിനകത്ത് ഫ്രണ്ടിൽ തന്നെ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഫോൾഡിംഗ് ഡെസ്ക്ടോപ്പ് സ്റ്റാൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു ചൈനീസിൽ മെയ്ഡ് ഇൻ ചൈന കമ്പനിയാണ്. പ്രൈസോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇതിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇതേ ആ ഒരു ട്രൈപോഡ് സ്റ്റാൻഡ് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അടിയിലായിട്ട് നമുക്ക് ആ ഒരു 4 ബുഷും കാണാൻ പറ്റും. അത് നമുക്ക് ആക്ച്വലി കണ്ടോ, ഇതുപോലെയൊക്കെ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രിപ്പും ഒക്കെ കിട്ടുമെന്നുള്ളതാണ്. എന്തായാലും അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ട്രൈപോഡ് സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ മൊബൈൽ ഫോൺ ഇതുപോലെ അങ്ങോട്ട് വെക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചൊന്ന് കണ്ട ഈ ഒരു നമ്മുടെ മുകൾ ഭാഗം ഇതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹൊറിസോണ്ടലി അല്ലെങ്കിൽ നമുക്ക് വെർട്ടിക്കലേക്ക് തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഇതിൽ വെക്കാൻ സാധിക്കുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയെ കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. 99 രൂപയുടെ ഒരു ലിങ്കും അതുപോലെ തന്നെ 129 രൂപയുടെ ലിങ്കും ഉണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ എന്നുള്ളതല്ല എല്ലാത്തിൻ്റെയും ആ ഒരു ലിങ്ക് ഞാൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് അതിൽ കയറി വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഹൈറ്റ് പോരാന്നുണ്ടെങ്കിൽ പിറകിൽ ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ നമുക്ക് ഹൈറ്റ് കൂട്ടാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. എങ്ങനെ വേണമെങ്കിലും ആ സമയത്ത് നമുക്ക് ഫോൺ ഹൊറിസോണ്ടലി വേണമെങ്കിൽ ഹൊറിസോണ്ടലി ആ സമയത്ത് വയ്ക്കാം. അതുപോലെ തന്നെ വെർട്ടിക്കലി ആണെങ്കിൽ വെർട്ടിക്കലി നമുക്ക് ആ ഒരു ഫോൺ വെക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് 99 രൂപയാണ്. ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് 99 രൂപയാണ്. അതല്ലാണ്ട് 139 അല്ലെങ്കിൽ 159 200 രൂപയ്ക്ക് മുകളിലും ഒക്കെ പല ലിങ്കുകളും നമുക്ക് ആമസോണിൽ കാണാൻ സാധിക്കും. എന്നാൽ ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്കിൽ ആക്ച്വലി ഒറ്റ ആൾ മാത്രമേ അതിൽ റേറ്റ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ അത് 5 സ്റ്റാർ ആണ്. 5 സ്റ്റാർ കൊടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു 99 രൂപയ്ക്ക് കിട്ടിയിട്ട് 99 രൂപ എക്സ്ട്രാ കൊടുക്കണം. ആ ഒരു ഷിപ്പിംഗ് ചാർജ് എന്നുള്ള മാത്രമാണ് ചെറിയൊരു ഡ്രോബാക്ക്. അതർവൈസ് ആക്ച്വലി ഇത് നല്ലൊരു വർത്ത് ബൈയിങ് പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ നോക്കുവാണെങ്കിൽ ഡെസ്ക്ടോപ്പ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരെണ്ണം ആമസോണിൽ നിന്ന് വാങ്ങിച്ചപ്പോഴത്തേക്ക് ടൈസം Z31 ഫോൾഡബിൾ ടേബിൾ ആൻഡ് മൊബൈൽ ഫോൺ സ്റ്റാൻഡ് ഹോൾഡർ എന്നായിരുന്നു. 155 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ എഴുതിയിരിക്കുന്നത് 799 രൂപയാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതും ആക്ച്വലി പ്ലാസ്റ്റിക് തന്നെയാണ്, വേറെ ഒരു സംശയവുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി ഈ ഒരു മൊബൈൽ ഹോൾഡർ എടുക്കുന്നത്. മേ ബി ഈ ഒരു 200 രൂപയ്ക്കൊക്കെ പ്ലാസ്റ്റിക് കിട്ടത്തുള്ളായിരിക്കാം. അപ്പോൾ കണ്ടോ, ഇത് നമുക്ക് പല എന്താ പറയുക പല ആംഗിളിൽ നമുക്ക് ഈ ഒരു ബാക്ക് സ്റ്റാൻഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാക്സിമം ഇതുപോലെ ഇത്രയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെയും നമുക്ക് ഹൊറിസോണ്ടലിയും അല്ലെങ്കിൽ വെർട്ടിക്കലിയൊക്കെ മൊബൈൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്യാവശ്യം കൊള്ളാം. ഇതും കണ്ടോ വളരെ കംഫർട്ടബിൾ ആയിട്ട് അവിടെ അങ്ങോട്ട് ഇരിപ്പുണ്ടെന്നുള്ളതാണ്. 155 രൂപയ്ക്ക് വർത്ത് ബൈയിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റത്തുള്ളൂ. അവിടെ 3511 പേര് ആക്ച്വലി റേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 4.1 സംതിങ് റേറ്റിംഗ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ ഈ ഒരു വാൾ ഹോൾഡറാണ് ആക്ച്വലി ഇത്. ഇവിടെ എഴുതിയിരിക്കുന്നത് 499 രൂപയാണ് നോർമൽ റേറ്റ്. എന്നാൽ നമുക്ക് ഇതിപ്പോൾ കിട്ടിയത് വെറും 109 രൂപയ്ക്കാണ്. പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിറകിലൊരു 3M സ്റ്റിക്കർ ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കളഞ്ഞിട്ട് വാളിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലെ വെർട്ടിക്കലി നമ്മുടെ ഫോൺ കൊണ്ട് ഇട്ടിട്ട് അവിടെ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ഉപയോഗം നമ്മുടെ എന്താ പറയുക ചാർജ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. 109 രൂപയാണ് അതിൻ്റെ വില. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ ഗിക്സ പോർട്ടബിൾ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് 179 രൂപയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വില കാണാൻ സാധിക്കുന്നത്. 22,942 പേര് ഇത് റേറ്റ് ചെയ്തിട്ടുണ്ട്. 4 സ്റ്റാർ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ എഴുതിയിരിക്കുന്ന മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 499 രൂപയാണ് എന്തായാലും. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിതിൽ ആക്ച്വലി 10 ഇഞ്ചിനുള്ള ടാബ്ലറ്റ് പോലും നമുക്കിതിനകത്ത് കോമ്പാറ്റബിൾ ആണ്. അത് തന്നെയാണ് എടുത്ത് പറയേണ്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞത്. അതായത് മൊബൈൽ ഫോൺ മുതൽ അങ്ങോട്ട് ടാബ്ലറ്റ് പോലും നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ്. 179 രൂപയ്ക്കുള്ളത് ഇവിടെ നമുക്കുണ്ട്. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് കണ്ടോ ടാബ്ലറ്റ് ഒക്കെ ഇതുപോലെ ഇത്രയും നല്ല വൈഡാക്കി നമ്മുടെ ലെഗ് വെച്ചതിന് ശേഷം വെക്കാവുന്നതാണ്. ഫോൺ ആണെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ലെഗ് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന്
ഇതുപോലെ ഒന്ന് താത്തി വെച്ച് കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ ഫോൺ അവിടെ അങ്ങോട്ട് ഇരിക്കുന്നതാണ്. കണ്ടോ വളരെ കംഫർട്ടബിൾ ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഇനി നമ്മുടെ ഫോൺ ഒന്ന് ഹൊറിസോണ്ടലി വെക്കണമെങ്കിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ സ്റ്റാൻഡ് കണ്ടോ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചാൽ മതി. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്. കുറച്ച് ബൾക്കി ആണെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതർവൈസ് പിന്നെ ബൾക്കി ആണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടാബ്ലറ്റ് പോലും നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബൾക്കി ആയിരിക്കുമല്ലോ. ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് എന്താ പറയുക പോക്കറ്റിലൊന്നും ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല, ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാം. എന്നാൽ നമുക്കത് ഇതുപോലുള്ളതൊക്കെ ആണെങ്കിൽ എന്താ പറയുക പോക്കറ്റിൽ ഇട്ടുവാണെങ്കിൽ നമുക്കിത് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇനി ഏറ്റവും അവസാനത്തെ നോക്കുവാണെങ്കിൽ പോർട്രോണിക്സിൻ്റെത് 179 രൂപയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഇതിൽ വാങ്ങിച്ചാൽ ഏറ്റവും വെയിറ്റ് ഉള്ള ഒരു സംഭവം ഇത് തന്നെയാണ് കേട്ടോ. എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ 899 രൂപയാണ്. മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് അല്ല, മെറ്റലാണ്. അത് തന്നെയാണ് ഇതിൽ എടുത്ത് പറയേണ്ടത്. പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടൊരു QR കോഡും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ട്രൈപോഡ് സ്റ്റാൻഡ് നോക്കുവാണെങ്കിൽ എന്നാലും ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ഈ ഞാൻ പരിചയപ്പെടുത്തിയ 5 എണ്ണത്തിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സംഭവം എന്ന് പറയാനായിട്ട് ബിൽഡ് ക്വാളിറ്റി ഉള്ളത് ഈ ഒരു പോർട്രോണിക്സിന് തന്നെയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഫോൺ വെർട്ടിക്കലി വെക്കാം, അതുപോലെ തന്നെ ഹൊറിസോണ്ടലിലേക്ക് വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ കണ്ടോ നമുക്ക് ആ ഒരു സപ്പോർട്ടറൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഇവിടെ നമുക്ക് കണ്ടോ ഇത്രയും രീതിയിൽ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് തന്നെയാണ് ഇതിലെടുത്ത് പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. എന്തായാലും നമ്മളെ ഉറപ്പായിട്ടും ഈ ഒരു ഹോൾഡറിൽ ഇങ്ങനെ വെക്കത്തുള്ളൂ. ഇനി അതല്ല ഹോൾഡർ ഇത് പോയെങ്കിൽ പോലും നമുക്ക് കണ്ടോ ഇതുപോലെ വെറുതെ വെക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇതുകൊണ്ടാണ് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ഈ ഒരു സംഭവം വെക്കാൻ സാധിക്കുന്നതാണ്. അത്യാവശ്യം ക്വാളിറ്റി തന്നെയാണ്, വേറൊരു പ്രശ്നവുമില്ല. 179 രൂപയ്ക്ക് ഇത് വർത്ത് ബൈങ് ആണെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം 200 രൂപയ്ക്കുള്ളിൽ നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുന്ന 5 മൊബൈൽ ഹോൾഡേഴ്സ്. ഇതിനകത്ത് ഉറപ്പായിട്ടും അടിപൊളിയായിട്ട് വർത്ത് ബൈങ് ആകുന്ന ഈ ഒരു പോർട്രോണിക്സ് ആണെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കൂടാതെ ടാബ്ലറ്റും മൊബൈൽ ഫോണും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സംഭവം കൂടി, അതായത് നമ്മുടെ ഗിസ്ഗായുടെ ആ ഒരു പ്രോഡക്റ്റും കൂടി വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഏതാണെങ്കിലും കുഴപ്പമില്ല, വർത്ത് ബൈങ് തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ. ഇനി അതല്ല എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് അത് പരിഹരിക്കുന്നതാണ്. മറ്റുള്ള വീഡിയോ ഞാൻ ആക്ച്വലി കണ്ടില്ല കേട്ടോ മറ്റുള്ളവരുടെ, ഞാൻ എൻ്റെ രീതിയിൽ അങ്ങോട്ട് ചെയ്തേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടായി ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. കൂടാതെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതും നമ്മുടെ വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.